എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026. Eight of Cups, Knight of Pentacles, Page of Swords, Three of Pentacles, Hermit Mode, Six of Pentacles energy connections. ആദ്യം തന്നെ എയ്റ്റ് ഓഫ് കപ്സ് ആൻഡ് മിഡ് മോഡാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വേവലാതിയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറുന്ന ഒരു സമയമാണ്. കാരണം കുറച്ചധികം നാളായിട്ട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ചിന്ത മാറുന്നുണ്ട്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ കരിയറോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് സമാധാനവും സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഒരു ക്വൈറ്റ് ടൈം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കോണ്ടംപ്ലേഷൻ, ഒരു എന്താ പറയുക, നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ്, നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു എലോൺ ഫീൽ, അല്ലെങ്കിൽ ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റേതായിട്ടുള്ളൊരു ക്രൗഡ് അല്ലെങ്കിൽ ഈ തിരക്കുകൾക്കിടയിൽ നിന്നൊരു ഒതുങ്ങിയൊരു ജീവിതം, അതായത് ഒരു ഒതുങ്ങിയൊരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ ജോലി കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകുന്നു, ഫാമിലി. പക്ഷേ പൊതുവേ ഈ ആഘോഷങ്ങൾ അതിൻ്റെയൊക്കെ പുറകെ അല്ലെങ്കിൽ ഈ ബാഹ്യമായിട്ട് കാണിക്കുന്ന പാർട്ടീസ് അതുപോലെയുള്ള ആളുകളുടെ ഇടയിലേക്ക് കൂടുതൽ ആളുകളുടെ കൂടെ മിങ്കിൾ ചെയ്യുന്നതോ അതിലേക്കൊന്നും നിങ്ങൾ അതിൽ നിന്നൊന്നും പോകാതെ ഒരു ഉൾവലിഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുമ്പോൾ ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്ന് തോന്നാം. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടും. നിങ്ങളുടേതായിട്ടുള്ള സമയം നിങ്ങൾക്ക് ഒറ്റയ്ക്കുള്ള സമയം നിങ്ങൾ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകത്തിൽ അതിൽ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു കോണ്ടംപ്ലേഷൻ, ഒരു ഹീലിംഗ് നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കാം. ആത്മീയതയിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധയർപ്പിക്കുമ്പോൾ, മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി ജീവിതത്തിൽ തൃപ്തി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു സോളിറ്ററി ഇൻഫ്ലുവൻസ് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിൽ നിങ്ങൾ പെട്ടുപോകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു പോകുന്നു എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ പരാതികൾ വരാം. കാരണം സുഹൃത്തുക്കളുടെ കൂടെ അധികം സമയം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ഒത്തിരി ഫണ്ണ് അതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്, അവരുടെ കൂടെ ഒത്തിരി സമയം ചിലവഴിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കളിചിരികളോ കാര്യങ്ങളോ അതിനേക്കാൾ കൂടുതൽ ഒറ്റയ്ക്ക് ഒരു ഇഷ്ടമുള്ള മ്യൂസിക് കേട്ടിട്ടോ അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് ഇതിൽ സ്പിരിച്വലി ആയിട്ടും ഒക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ആ ഒരു കൂട്ടത്തിൽ ചേരുന്നില്ല എന്നൊരു പരാതി കാര്യങ്ങളൊക്കെ. അപ്പം ബാഹ്യമായിട്ട് നിങ്ങളിത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളൊരു ചിന്തയാണ്. കാരണം ഈ പറയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഒന്നിനൊന്നും പരിചയപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ ആ ലെവലിലേക്കാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ സമാധാനവും സ്വസ്ഥതയും അത് കളയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പറ്റുന്നില്ല. കാരണം അവർ നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്, പക്ഷെ അവർ ചേഞ്ച് ആയിട്ടില്ലാത്തത് കൊണ്ട് അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ അനുഭവിക്കുന്ന തൃപ്തി എന്നുള്ളത് എന്താണെന്ന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ തൃപ്തി കളയാതിരിക്കുക, അത് അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. കാരണം ഇറ്റ്സ് ടൈം ടു ടേക്ക് യുവർ ലീവ് എന്നുള്ളത് ചില ആളുകളിൽ ചില സിറ്റുവേഷന് നിങ്ങൾ പറയുന്ന മനസ്സിലാക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത്രയും നല്ല സൗഹൃദമുള്ളവർ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഇതാണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു മൂവ്, മുന്നോട്ടേക്ക് പോകാനുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഇങ്ങനെയുള്ളൊരു ചേഞ്ചാണ്, ഒരു ഇമോഷണൽ ലെവലിലുള്ളൊരു ചേഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ചില റിലേഷൻഷിപ്പ് ഓൾറെഡി വിട്ടിട്ടുണ്ടാവും, ചില ഫ്രണ്ട്ഷിപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ചില ബന്ധങ്ങളിൽ നിന്ന്, ചില കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾ ഇമോഷണൽ ലെവലിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു ഡ്രാമയോ അല്ലെങ്കിൽ ഒരു മോറൽ സ്ട്രഗിളിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ ക്വൈറ്റായിട്ട് ഗുഡ് ബൈ പറയുന്നു. ചില ആളുകൾ ഒരു ഡ്രാമ സൃഷ്ടിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് ആ ഒരു ഡ്രാമയിലേക്ക് ഇൻവോൾവ് ആകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം യു ആർ റെഡി ടു ചേഞ്ച്, യു ഹാവ് ഓൾറെഡി ചേഞ്ച്, നിങ്ങളൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജേർണിയിൽ നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. ചില ആളുകൾ ഒരു ഷോർട്ട് വെക്കേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ട്രിപ്പിലൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ആർ ടേക്കിംഗ് എ ഷോർട്ട് ട്രിപ്പ്. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു യാത്രയാണിത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 3 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആയി എന്നുള്ളത് കൊണ്ടും നിങ്ങൾ കരിയർ, നിങ്ങളുടെ ജോലി, ഫിനാൻസ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതല്ല. കാരണം നിങ്ങളൊരു സന്യാസ ജീവിതമൊന്നുമല്ല നയിക്കുന്നത്. മറിച്ച് നിങ്ങൾ ആത്മീയതയിലേക്ക് പോവുകയും നിങ്ങൾ ദിവസത്തിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഇത്ര സമയം ആഴ്ചയിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നു, നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. അപ്പം അതായത് കരിയറിൽ ഒത്തിരി ഉയർച്ച കൂടി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബിസിനസ്സിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. മാത്രമല്ല നിങ്ങൾ പുതിയ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പല ബന്ധങ്ങളിലും നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പല നഷ്ടങ്ങൾ എന്നുള്ളതല്ല, പല ബന്ധങ്ങൾ വിട്ടുപോകുമ്പോൾ പുതിയ പല ബന്ധങ്ങളും വരുന്നു എന്നുള്ളതാണ്. കാരണം ഈ പുതിയ വരുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നവർ അവർ നിങ്ങളെ റെക്കഗ്നൈസ്, അവർ പോസിറ്റീവ് അറ്റൻഷനാണ്. കാരണം അവർ നിങ്ങളെ അക്നോളജ് ചെയ്യുന്നു, നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ. അപ്പോൾ പ്രൊഫഷണലി, അതായത് നിങ്ങളിപ്പോൾ കരിയറാണ്, ഇപ്പോൾ നിങ്ങൾ ഇന്നൊരു പ്രോജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു പോസ്റ്റിലാണ്, അപ്പോൾ അതിലൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ പുതിയൊരു കൊളാബറേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ പുതിയ ആളുകൾ വരുന്നു, പുതിയ ആളുകൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു. അതേപോലെ നിങ്ങളുടെ ജോലിയിൽ ഒത്തിരി സംസാരം, അതായത് സ്പീച്ച്, അതേപോലെ എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന രീതിയിൽ ഇവൻറ്റ്സ് കാര്യങ്ങൾ, കോൺഫറൻസസ്, പ്രസൻറ്റേഷൻസും ഇങ്ങനെയുള്ള പലയിടത്തും നിങ്ങൾ ഷൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ ആളുകൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഒത്തിരി സംസാരിക്കാനുള്ള, പബ്ലിക് ആയിട്ട് സംസാരിക്കുകയും മറ്റുള്ളവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു മീഡിയ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യലി ഇതായിട്ടുള്ള ആളുകളാണ്, സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ മീഡിയയുടെ മുമ്പിൽ മറ്റുള്ളവരിലേക്ക് കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെ ഒത്തിരി നിങ്ങളെ തൃപ്തരാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ജീവിതം തന്നെ വ്യത്യസ്തമായിട്ട് മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പ്രൗഡായി ഫീൽ ചെയ്യുന്ന സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 6 ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ ജീവിതത്തിലൊരു എന്താ പറയുക, മറ്റുള്ള വർക്കിൽ നിങ്ങളുടെ പ്രത്യേകിച്ച് എവർ ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ലാസ്റ്റിംഗ് എഫക്റ്റ് കൊടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷേ അതിലൊന്നും നിങ്ങൾ മുങ്ങിപ്പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യേകത. സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട്, യു റിസീവ് ഗിഫ്റ്റ്സ്. അപ്പോൾ മണി, സാമ്പത്തികമായിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോണിനൊക്കെ സാധ്യത കൂടുതലാണ്, ലോൺ കിട്ടാനുള്ള സാഹചര്യമൊക്കെ കൂടുതലാണ്. അതേപോലെ വരുമാനം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് കയ്യിൽ നിന്ന്, അതായത് ഇങ്ങോട്ടും അങ്ങോട്ടേക്കും ഉണ്ടാവുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ സാമ്പത്തികം നിങ്ങളിലേക്ക് പൈസ വരുന്നു എന്ന് പറയുമ്പോൾ തിരിച്ച് നിങ്ങൾ ചിലവാക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നതല്ലാതെ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു നല്ലൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന, നല്ല സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മറ്റുള്ളവരിലേക്ക് സഹായം കൊണ്ടെത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എബിലിറ്റീസ്, നിങ്ങളുടെ കഴിവുകളിൽ, നിങ്ങളുടെ സ്കിൽസ്, അതിലൊക്കെയുള്ള നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആത്മവിശ്വാസം വളരെ കൂടിയിട്ടുള്ള ഒരു സമയം കൂടിയിട്ടാണ്. കാരണം നിങ്ങൾ വളരെ കണ്ടൻ്റാണ്, സംതൃപ്തരാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് സോഡ്സ് ആൻഡ് ഹെർമിറ്റ് മോഡാണ്. കാരണം പൊതുവെ ബാലിഷ്യമായിട്ടുള്ള തീരുമാനങ്ങൾ, ഇമ്മച്യൂറായിട്ടുള്ള ചിന്തകളിലൊക്കെ പോയി ഒരു വ്യക്തി എന്തെങ്കിലും പറയുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കംപ്ലയിൻസ് ഇല്ല. സിറ്റുവേഷൻ എങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ അതായത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് അത് നേരിട്ടാണെങ്കിലും ഇമെയിലോ അല്ലെങ്കിൽ സന്ദേശങ്ങളിലൂടെ ആണെങ്കിലും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേ സംബന്ധിച്ച് എന്തെങ്കിലും കോൺട്രാക്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് വളരെ പക്വതയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചില സിറ്റുവേഷനിൽ നിങ്ങൾക്കത് അങ്ങനെയല്ല, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല, തൽക്കാലം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല, അത് മാറ്റി എഴുതിക്കോളൂ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് തുറന്ന് പറയുക. കാരണം അത് കുഴപ്പമില്ലല്ലോ, നമ്മളല്ലേ എന്ന് പറഞ്ഞാലും അത് സൈൻ ചെയ്ത് കൊടുത്താണല്ലോ, ആരായാലും
ബാക്കി കോൺട്രാക്ട്സ് ഒക്കെ സൈൻ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിരിക്കണം അത് ലീഗൽ ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതൊന്നും സാരമില്ല എന്ന് വിട്ട് കളയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ട് കളയാതിരിക്കുക. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.